നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വലിയ പ്രകൃതി സമ്പത്താണ് പാകിസ്ഥാന്റെ മണ്ണിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ അനുഭവിക്കാൻ അവർക്ക് യോഗമുണ്ടാകില്ല. പാക് സമുദ്രാതിർത്തിയിൽ വലിയ എണ്ണശേഖരം കണ്ടെത്തിയിരുന്നല്ലോ. ഇവിടെ ഖനനം നടത്താൻ സഹായിക്കാമെന്ന് തുർക്കി പാക് ഭരണകൂടത്തെ അറിയിച്ചു. എർദോഗാന്റെ ലക്ഷ്യം പാകിസ്ഥാനെ സഹായിക്കലല്ല, മറിച്ച് സമ്പത്ത് വിഴുങ്ങലാണ്. ഷഹബാസ് ഷെരീഫ് വാ പൊളിച്ചിരുന്നോ എന്ന് ആക്ഷേപം. കടക്കണിയിലും സാമ്പത്തിക ഞെരുക്കത്തിലും പെട്ട് നട്ടം തിരിയുന്ന പാകിസ്ഥാനെ സഹായിക്കാൻ ഉറ്റ സൗഹൃദ രാജ്യമായ തുർക്കി രംഗത്ത് വന്നു എന്നൊക്കെയാണ് പാക് മാധ്യമങ്ങളിലെ പോലും വാർത്തകൾ. എന്നാൽ ഒന്നും കാണാതെ പാകിസ്ഥാനെ തുർക്കി സഹായിക്കില്ല. ഇന്ത്യയെ ആക്രമിക്കാൻ ആയുധം കൊടുത്ത് സഹായിച്ചതിന് പാകിസ്ഥാന്റെ എണ്ണ സമ്പത്തിൽ കൈവച്ചിരിക്കുകയാണ് തുർക്കി. പാക് പൊതുമേഖലാ എണ്ണ കമ്പനികളുമായി സഹകരിച്ച് തുർക്കി എണ്ണ കമ്പനികൾ പാകിസ്ഥാന്റെ തീരക്കടലിൽ എണ്ണ വാതക പര്യവേഷണം നടത്തുമെന്ന് തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാൻ പറഞ്ഞു. പാകിസ്ഥാൻ സന്ദർശനത്തിനെത്തിയതായിരുന്നു മന്ത്രി. എണ്ണ വാതക പര്യവേഷണം, ഉൽപാദനം, അപൂർവ മൂലകങ്ങളുടെ ഖനനം എന്നിവയിലും തുർക്കി കമ്പനികൾ പാകിസ്ഥാനുമായി സഹകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. എണ്ണ പര്യവേഷണം സംബന്ധിച്ച കരാറിൽ പാകിസ്ഥാൻ തുർക്കി കമ്പനികൾ ഈ വർഷം ആദ്യം ഒപ്പുവെച്ചിരുന്നു. പാകിസ്ഥാനി കമ്പനികളുമായി ചേർന്ന് പ്രധാനമായും ടർക്കിഷ് പെട്രോളിയം കോർപ്പറേഷനാണ് പര്യവേഷണം നടത്തുക. വർഷങ്ങൾ നീണ്ട പഠനങ്ങൾക്കൊടുവിലാണ് പാകിസ്ഥാന്റെ തീരക്കടലിൽ ക്രൂഡ് ഓയിൽ, ഗ്യാസ് സാന്നിധ്യം തിരിച്ചറിഞ്ഞത്. ലോകത്തിലെ 4ാമത്തെ വലിയ എണ്ണ നിക്ഷേപമാണിതെന്നാണ് വിലയിരുത്തൽ. പര്യവേഷണവും ഖനനവും ഉൽപാദനവും യാഥാർത്ഥ്യമായാൽ പാകിസ്ഥാന് സാമ്പത്തികമായി അത് വൻ ലോട്ടറി അടിക്കുന്നതിന് തുല്യമാണ്. എന്നാൽ തുർക്കി എന്തൊക്കെയാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത്? അതുപോലെ ഇരിക്കും പാകിസ്ഥാന് ലോട്ടറിയാണോ അതോ പൊട്ടിയ ചട്ടിയാണോ എന്നറിയാൻ കഴിയുക. ഊർജോൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും കയറ്റുമതിക്കും പാകിസ്ഥാന് കഴിയും. നിലവിൽ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ളത് വെനസ്വേല, സൗദി അറേബ്യ, കാനഡ എന്നീ രാജ്യങ്ങളിലാണ്. എണ്ണ നിക്ഷേപം കണ്ടെത്തിയെങ്കിലും അതിൽ നിന്ന് എണ്ണ ഖനനം ചെയ്യുകയും ഉൽപാദനവും സംസ്കരണവും നടത്തുകയും ഭീമമായ ചെലവ് വരുന്ന കാര്യമാണ്. സൗദി അറേബ്യൻ എണ്ണ കമ്പനിയായ വാഫിയുടെ കീഴിൽ ഷെൽ പാകിസ്ഥാൻ എന്ന കമ്പനി പാകിസ്ഥാനിൽ പ്രവർത്തിച്ചിരുന്നു. ഇവർ 2023 പാകിസ്ഥാനിലെ ബിസിനസ് സൗദി അരാംകോയ്ക്ക് കൈമാറി. പക്ഷേ ആഴക്കടലിൽ കണ്ടെത്തിയ എണ്ണ നിക്ഷേപത്തിൽ പര്യവേഷണത്തിന് ഒരു വിദേശ കമ്പനി പോലും മുന്നോട്ട് വന്നിട്ടില്ല. ഇതിനിടെ പാകിസ്ഥാനിൽ ചൈനക്കാർക്ക് നേരെ ഉൾപ്പെടെ ഭീകരാക്രമണങ്ങൾ ഉണ്ടായത് വിദേശ പങ്കാളിത്തമുള്ള ഒട്ടുമിക്ക പദ്ധതികളും നിശ്ചലമാകാനും വഴിവെച്ചു. ആഴക്കടൽ ഖനനത്തിന് നിലവിൽ പാകിസ്ഥാന് സ്വന്തമായി സാങ്കേതിക വിദ്യകളില്ല. വിദേശ സഹായം അനിവാര്യമാണ്. ഈ സാഹചര്യത്തിലാണ് ടർക്കിഷ് കമ്പനികൾ രംഗത്തെത്തിയിരിക്കുന്നത്. അവസരം മുതലെടുത്ത് എർദോഗാൻ കളിച്ചിരിക്കുകയാണ്. കണ്ടെത്തിയ നിക്ഷേപത്തിൽ നിന്ന് 10% ഖനനം ചെയ്യാൻ തന്നെ 3 ലക്ഷം കോടി ഇന്ത്യൻ രൂപയെങ്കിലും വേണ്ടിവരുമെന്നാണ് വിലയിരുത്തലുകൾ. എണ്ണ, പ്രകൃതിവാതക പര്യവേഷണത്തിന് പുറമെ വാണിജ്യ, പ്രതിരോധ മേഖലകളിലും പാകിസ്ഥാനും തുർക്കിയും സഹകരിക്കുമെന്ന് ഹക്കാൻ ഫിദാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലെ വാണിജ്യ ബന്ധം സമീപ ഭാവിയിൽ $500 കോടി എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയെന്നോണം പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ ഉന്നമിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ പ്രത്യാക്രമണ വേളയിൽ പാകിസ്ഥാന് പിന്തുണയുമായി തുർക്കി രംഗത്തെത്തിയിരുന്നു. തുർക്കി നൽകിയ ആയുധങ്ങൾ ഇന്ത്യക്കെതിരായ ആക്രമണത്തിന് പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇന്ത്യക്കെതിരായ ആക്രമണത്തിൽ പാകിസ്ഥാനെ സഹായിക്കാൻ തുർക്കി രംഗത്ത് വന്നതും ഈ എണ്ണയിൽ കണ്ണുവെച്ചാണ് എന്നുള്ള ആരോപണം ശക്തമാകുന്നു. സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ് പാകിസ്ഥാൻ. ലോകബാങ്കിൽ നിന്നും വീണ്ടും കടമെടുക്കാനുള്ള അവസരം തേടുകയുമാണ്. ഇത്തരത്തിൽ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന പാകിസ്ഥാൻ ആശ്വാസമാണ് വൻതോതിൽ എണ്ണവാതക ശേഖരം കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ചൈന, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളോട് വിധേയപ്പെട്ടു നിൽക്കുന്ന പാകിസ്ഥാന് അവരൊന്ന് പിടിമുറുക്കിയാൽ അയയേണ്ടി വരും. ഈ 2 രാജ്യങ്ങൾക്കും പാകിസ്ഥാനിലെ പ്രകൃതി സമ്പത്തിലാണ് കണ്ണുള്ളത്. എണ്ണ ഖനനത്തിൽ പാക് സർക്കാരിനെ കബളിപ്പിച്ച് തുർക്കി കോടികൾ കൊയ്യും. എണ്ണവാതക ശേഖരത്തിന്റെ സാന്നിധ്യം പരിശോധിക്കാൻ ഒരു സൗഹൃദ രാജ്യവുമായി സഹകരിച്ച് 3 വർഷത്തെ സർവേ നടത്തിയതായി ഒരു മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഡോൺ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. നീലജല സമ്പദ് വ്യവസ്ഥ എന്ന് ഇതിനെ വിശേഷിപ്പിച്ച ഉദ്യോഗസ്ഥൻ പര്യവേഷണത്തിനും ലേലത്തിനുമുള്ള നിർദ്ദേശങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സമീപ ഭാവിയിൽ തന്നെ പര്യവേഷണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയുമെന്നും പറഞ്ഞു. എങ്കിലും കിണർ കുഴിക്കുന്നതിനും എണ്ണ പുറത്തെടുക്കുന്നതിനുമുള്ള ശ്രമങ്ങൾക്ക് വർഷങ്ങളെടുക്കും. നീലജല സമ്പദ് വ്യവസ്ഥയ്ക്ക് എണ്ണയും വാതകവും മാത്രമല്ല മറ്റു കൂടുതൽ വിളവുകൾ നൽകാനും കഴിയും.
സമുദ്രത്തിൽ നിന്ന് ഖനനം ചെയ്യാൻ കഴിയുന്ന വിലയേറിയ ഇതര ധാതുക്കളും മൂലകങ്ങളുമുണ്ട്. നിലവിൽ വെനസ്വേല 3.4 ബില്യൺ ബാരലുമായി എണ്ണ ശേഖരത്തിൽ മുൻപന്തിയിലാണ്. എന്നാൽ US-ലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാത്ത ഷെയിൽ എണ്ണ ശേഖരമുള്ളത്. സൗദി അറേബ്യ, ഇറാൻ, കാനഡ, ഇറാഖ് എന്നിവയാണ് ആദ്യ 5 സ്ഥാനങ്ങളിൽ ബാക്കിയുള്ളത്. രാജ്യം ശുഭാപ്തി വിശ്വാസത്തിലാണെങ്കിലും കരുതൽ ശേഖരം പ്രതീക്ഷിച്ചതുപോലെ കണ്ടെത്താനാവുമോ എന്ന് 100% ഉറപ്പില്ലെന്ന് ഡോൺ ടിവിയോട് സംസാരിക്കവേ മുൻ ഓയിൽ ആൻഡ് ഗ്യാസ് റെഗുലേറ്ററി അതോറിറ്റി അംഗം മുഹമ്മദ് ആരിഫ് പറഞ്ഞിരുന്നു. രാജ്യത്തിന്റെ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ കരുതൽ ശേഖരം മതിയോ എന്ന് ചോദിച്ചപ്പോൾ അത് ഖനന നിരക്കിനെയും ഉൽപാദനത്തിന്റെ അളവിനെയും ആശ്രയിച്ചിരിക്കും എന്നായിരുന്നു മറുപടി. ഇതൊരു ഗ്യാസ് റിസർവ് ആണെങ്കിൽ ഇതിന് LNG ഇറക്കുമതിക്ക് പകരം വയ്ക്കാൻ കഴിയും. ഇവ എണ്ണ ശേഖരമാണെങ്കിൽ ഇറക്കുമതി ചെയ്യുന്ന എണ്ണയ്ക്ക് പകരം വയ്ക്കാനുമാവും. എന്നിരുന്നാലും കരുതൽ ശേഖരത്തിന്റെ സാധ്യതകൾ വിശകലനം ചെയ്യുകയും ഖനന പ്രക്രിയ ആരംഭിക്കുകയും ചെയ്യുന്നതുവരെ ഇത് ആഗ്രഹമാണെന്നും അദ്ദേഹം പ്രതികരിച്ചത്. പര്യവേഷണത്തിന് മാത്രം ഏകദേശം $500 കോടി വൻ നിക്ഷേപം ആവശ്യമാണെന്നും ഒരു തീരത്ത് നിന്ന് കരുതൽ ശേഖരം വേർതിരിച്ചെടുക്കാൻ 4-5 വർഷമെടുക്കുമെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. കരുതൽ ശേഖരം കണ്ടെത്താനായാൽ കിണറുകൾക്കായി കൂടുതൽ നിക്ഷേപം ആവശ്യമായി വരുമെന്നും ഡോൺ TV റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ കൃഷ്ണ ഗോദാവരി നദീതീരത്തിൽ എണ്ണ വാതക ശേഖരം വൻതോതിൽ കണ്ടെത്തിയിരുന്നു. ഇവിടെ നിന്നും എണ്ണ ഉൽപാദനവും ആരംഭിച്ചിട്ടുണ്ട്. ഇത് രാജ്യത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. ഇതിനിടെയാണ് അയൽരാജ്യമായ പാകിസ്ഥാനിൽ എണ്ണ ശേഖരം കണ്ടെത്തിയ റിപ്പോർട്ടുകളും ഇപ്പോൾ തുർക്കിയുമായി സഹകരിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഖനനത്തിലേക്ക് ഇറങ്ങുന്നു എന്നുള്ള വിവരവും പുറത്തുവരുന്നത്. എന്നാൽ പട്ടിണി രാജ്യമായ പാകിസ്ഥാന് അവരുടെ പ്രകൃതി സമ്പത്ത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ, അത് അടപടലം തുർക്കി വിഴുങ്ങുമോ എന്ന് കണ്ടറിയണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.